ഇന്ന് ബിപിൻ്റെ വക സ്പെഷ്യൽ റിപ്സ് ആണ്. എവിടെ കാണിച്ച് ഒന്ന് പൊക്കി കാണിച്ച്. ഓക്കെ ഓക്കെ. എവിടെ രണ്ടുപേരും ഇവിടെ വെയിറ്റ് ചെയ്ത് ഇപ്പുണ്ട്. തൊലിയോടെ കൂടെ ചതക്കണല്ലേ? ഇഞ്ചിയും തൊലി കളയാണ്ട് തന്നെ ചതക്കണല്ലേ? നോക്കട്ടെ കാണിച്ചേ. ഇത് കാന്താരി മുളകും പിന്നെ മറ്റേ റെഡ് കളറുള്ള പച്ചമുളക് അല്ലേ? ഇതെല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത എന്താ ചേർത്തേക്കണം? കുരുമുളക് മുഴുവനോടെ ഉള്ളത്. ഈ റെഡ് ചില്ലിയുടെ പേര് ബേർഡ് ചില്ലി റെഡ്. ഇതിലേക്ക് ഉപ്പിട്ട് ഇനി ഇടിച്ച കുരുമുളക്, കുറച്ച് ചതച്ച കാന്താരി മുളകും ആ റെഡ് ചില്ലി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇച്ചിരി മാത്രം എടുക്കുള്ളൂ. ഇതെല്ലാം പകുതി. രണ്ട് സവാള പിന്നെ തക്കാളി. ആ ഒരു തക്കാളി. ഇതെന്താണ് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ്. കുക്കിന് കഴിക്കാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. മാരിനേറ്റ് ചെയ്ത പോർക്ക് റിബ്സ് ഇപ്പോൾ കുക്കറിലേക്ക് വെക്കുവാണ്. ഇത് എത്ര മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് ഇപ്പം? 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് കുക്കറിലേക്കാക്കി നമ്മുടെ പോർക്കിനെ. കുറച്ച് ചൂടുവെള്ളമൊക്കെ ചേർത്ത് ഒന്ന് പുരട്ടിയെടുത്തിട്ട് ഇതിലേക്കാകുമ്പോൾ വേണം. ഓക്കെ. ഒത്തിരി വെള്ളം ഒഴിക്കണം? അത്രയും ഒഴിച്ചാൽ മതി. ഇതിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തല്ലേ? ഇനി ഉപ്പ് ചേർക്കോ? വേണ്ട. അപ്പം ഇത്രയും വെള്ളം ഒഴിച്ചാൽ മതി. അതായത് ഇറച്ചിയും വെള്ളം ഒരേ ലെവലിൽ. അപ്പം നമ്മുടെ പോർക്ക് റിബ്സൊക്കെ ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 വിസിലല്ലേ വേവിച്ചേക്കണം? എണ്ണ ചൂടായി തുടങ്ങി. ഇനി നമ്മൾ ഇതിലേക്ക് കടുകിട്ട് ഞങ്ങൾ പൊട്ടിക്കാൻ പറ്റും. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞപ്പോഴേക്ക് അരിഞ്ഞു വെച്ചേക്കണ 2 സവാള നമ്മളിതിലേക്ക് ചേർക്കുവാണ്. നമ്മളൊന്ന് സവാള ഒന്ന് പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നല്ലോണം വഴറ്റിയെടുക്കാം. ഇനി നമ്മളിതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്ത് ആ തണ്ടും കൂടി അങ്ങ് ഒടിച്ചിട്ട് കൊടുക്കുക. ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ഇടുന്നത്. ഈ ബാക്കിയുള്ള മസാലകൾ നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത മസാലകൾ ബാക്കി ഉണ്ടായിരുന്നതും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റണം. മഞ്ഞൾപ്പൊടി നമ്മൾ 1 ടീസ്പൂൺ ചേർത്തു. ഇനി നമ്മൾ മുളക് പൊടി 1 ടേബിൾ സ്പൂണാണ് ഇപ്പോൾ ചേർക്കണത്. ഇനി അടുത്തത് ഗരം മസാല, അതും 1 ടീസ്പൂൺ. മസാലകളെല്ലാം ചേർത്ത് നല്ലപോലെ ആ മണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ 1 തക്കാളി ചോപ്പ് ചെയ്തത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ ചേർക്കാൻ പോകണത് കംപ്ലീറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഗ്രേവി മാത്രം. കുറച്ച് ഗ്രേവി നമ്മൾ ചേർക്കുവാണേ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തൊന്ന് മസാലയെല്ലാം നല്ലോണം പുരട്ടാം. നല്ലോണം എല്ലാത്തിലും പുരട്ടിട്ടുണ്ട്. നല്ലോണം
ഗ്രേവിയൊക്കെ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്, നല്ലോണം ഇളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ടൊമാറ്റോ ഒക്കെ സ്മാഷ് ചെയ്യണം ഇനി. ഓക്കെ. ടൊമാറ്റോ ഒക്കെ നമ്മൾ നല്ലോണം സ്മാഷ് ചെയ്യണം. കുറേശ്ശെയായിട്ട് ഗ്രേവി ചേർത്ത് നല്ലപോലെ ഈ മസാലയിലേക്ക് മിക്സ് ചെയ്ത് സെമി ഗ്രേവിയാണ് ആക്കാൻ പോണത്. അല്ലേ, തീ കൂട്ടി വെച്ച് ചെറിയ സെമി ഗ്രേവി, തിക്കായിരിക്കും ഗ്രേവി. നമ്മളിത് പോർക്ക് റിബ്സ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ ഈ മസാലയൊക്കെ നല്ലോണം പിടിക്കാനായി നമ്മളിങ്ങനെ ചെയ്യണം. മണമടിച്ച് രണ്ടുപേരും വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഗ്രേവി കുറുകിയിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചേക്കണ റിബ്സ് ഇതിലേക്ക് ചേർക്കാൻ പോണേ. അല്ല, എന്താടാ നീ ചുറ്റിക്കറങ്ങണ കിച്ചണില്? മണമടിച്ചിട്ട് അവന് വരെ സഹിക്കാൻ പറ്റണില്ല. നീ നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കുക. നമ്മ ഇനി ഉപ്പ് ചേർക്കുമോ? ഇനി ഓക്കെ, ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പ് ചേർക്കാം. ഇനി നമ്മൾ എന്താ ചേർക്കാൻ പോകുന്നത്? ഓക്കെ, നമ്മളിനി ലാസ്റ്റ് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇനി അടച്ച് വെച്ച് ഒന്നും കൂടി ആ ഗ്രേവിയൊക്കെ തിക്കാകാനല്ലേ. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കുക. കാര്യം നമ്മൾ ഹൈലാണല്ലേ വെച്ചേക്കുന്നത് ഇപ്പം, അപ്പോൾ അടിക്ക് പിടിക്കരുത്. ഇപ്പോൾ അത്യാവശ്യം തിക്കായിട്ടുണ്ട്. കുറച്ച് നേരം കൂടി വെക്കണം അല്ലേ? കുറച്ചും കൂടി തിക്കാകട്ടെ. ഓക്കെ, ഗ്രേവിയൊക്കെ ഇപ്പം അത്യാവശ്യം തിക്കായിട്ടുണ്ടല്ലേ. എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ. ഗ്യാസ് ഓഫ് ചെയ്യണം. ഇതാണ് പൊടിക്കും കൂടി വെക്കണം. അപ്പം നമ്മുടെ പോർക്ക് റിബ്സ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ താരം പോർക്ക് റിബ്സ് റോസ്റ്റ് ആണെങ്കിലും അതിൻ്റെ ഒപ്പം കഴിക്കാൻ വേറെയും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒപ്പം ഞങ്ങൾ ഇന്ന് ഗോതമ്പ് പുട്ടാണ്. അതിൻ്റെ ഒപ്പം പഴം വെച്ചിട്ടുണ്ട്, ഫിഷ് കറി ഉണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കഴിക്കാം. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്.